എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ക്ഷേമത്തിനായി 15 കോടിയോളം രൂപയുടെ ഭരണാനുമതി നൽകിയ UDF സർക്കാരിന്റെ നടപടി സ്വാഗതം ചെയ്ത് പീഡിത ജനകീയ മുന്നണി. അതേസമയം മുടങ്ങിക്കിടക്കുന്ന മരുന്ന്, ചികിത്സ, പുനരധിവാസം, പെൻഷൻ എന്നിവ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച മുഖ്യമന്ത്രി VD സതീശനെ നേരിൽ കണ്ട് വിഷയം ഉന്നയിക്കാനാണ് ദുരിതബാധിതരുടെ തീരുമാനം. സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംബന്ധിച്ച് അവരുടെ പല ആനുകൂല്യങ്ങളും ഇപ്പോൾ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. സൗജന്യ മരുന്ന് വിതരണം നിലച്ചിട്ട് മാസങ്ങളായി, പെൻഷൻ തുക ലഭിച്ചിട്ട് 6 മാസത്തോളമായി. എന്തായാലും UDF സർക്കാരിൽ വലിയ പ്രതീക്ഷയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ വെച്ചു പുലർത്തിയത്. ഇപ്പോൾ 15 കോടിയോളം രൂപയാണ് ഇപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി അനുവദിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇപ്പോൾ നമ്മോടൊപ്പം എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി നേതാവ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ചേരുകയാണ്. എന്തായാലും എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം UDF സർക്കാർ അധികാരത്തിലെത്തുന്നത് വലിയ പ്രതീക്ഷയോടാണ് കണ്ടത്. കാരണം നിങ്ങളുടെ പല സമരങ്ങളിലും സജീവമായി ഉണ്ടായിരുന്നത് UDFന്റെ പല നേതാക്കളുമാണ്. ഇപ്പോൾ 15 കോടിയാണ് അനുവദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങളിത് നോക്കിക്കാണുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ VD സതീശൻ ഞങ്ങളുടെ പല സമരങ്ങളിലും വന്ന ഒരാളാണ്. ഞങ്ങളെ മറക്കില്ല എന്നുള്ള ഒരു സമീപനമാണ് പൊതുവിലെടുത്തത്. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ അദ്ദേഹം വിളിച്ച് ഈ കാര്യങ്ങളിൽ വളരെ യുക്തിഭദ്രമായ തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഞങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. തുടക്കം എന്നുള്ള നിലയിൽ ഇപ്പം വിലയിരുത്തിയിരിക്കുന്നത് 15 കോടിയോളം രൂപയാണ്. അത് പെൻഷൻ കൊടുക്കാനും മറ്റ് സാന്ത്വന സഹായത്തിനും ആകും എന്ന് തന്നെയാണ് കരുതുന്നത്. അടുത്ത ഒരു ദിവസം നേരിട്ട് മുഖ്യമന്ത്രിയുമായി ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. പെൻഷൻ, അതുപോലെ തന്നെ സൗജന്യ മരുന്ന്, ഇത്തരം ആംബുലൻസ് സൗകര്യം, ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അത് പുനഃസ്ഥാപിക്കാൻ എന്തെങ്കിലും നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം ആവശ്യം സർക്കാരുമായിട്ട് ഉന്നയിക്കുന്നുണ്ടോ? തീർച്ചയായും വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒന്ന് ചികിത്സ തന്നെയാണ്. മരുന്നും ചികിത്സയും അത് ഈ ഇടക്കാലത്ത് വീണ്ടും പുനരാരംഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിന്നുപോയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നത്. ഈ ചികിത്സയുടെ കാര്യത്തിൽ വളരെ വേഗത്തിൽ നടപ്പാക്കണമെന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടും. ഇപ്പോൾ 15 കോടി അനുവദിച്ചിരിക്കുന്നു, അത് സ്വാഗതം ചെയ്യുന്നു. ഇനി മുഖ്യമന്ത്രിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്? വളരെ പ്രധാനമായും ചികിത്സ, മരുന്ന്, ഇത് തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ ഇത്തരം ആളുകൾക്ക് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. അത് ഞങ്ങൾ ആവശ്യപ്പെടും. അതോടൊപ്പം ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള സെല്ല് 3.5 വർഷമായി സെല്ലിൻ്റെ യോഗം ചേർന്നിട്ടില്ല. യോഗം ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതൊക്കെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതുപോലെ പെൻഷൻ്റെ കാര്യം, പുനരധിവാസത്തിൻ്റെ കാര്യമൊക്കെ തന്നെയാണ് വളരെ പ്രധാനമായി മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ 15 കോടി രൂപയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും കൂടുതൽ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. അതിനായി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ഈ UDF സർക്കാരിൽ വലിയ പ്രതീക്ഷ ഇപ്പോഴും എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി വെച്ചു പുലർത്തുന്നുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനം. കാസർഗോഡ് നിന്നും KV ബൈജു, ന്യൂസ് 18. KV ബൈജു തയ്യാറാക്കിയ വിശദാംശങ്ങളാണ് നമ്മൾ കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.